സർ, ട്രംപ് വലിയ രീതിയിൽ അധിനിവേശം നടത്താൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ പരക്കെയുണ്ട്. നമ്മൾ കുറച്ച് നാൾ മുമ്പാണ് മൂന്നാം ലോക മഹായുദ്ധം വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ തന്നെ വാർത്തകളൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിട്ടതാണ്. പിന്നീട് നമ്മളൊരു പീസ്ഫുൾ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നു, മൊത്തത്തിൽ എണ്ണവില ഉയരുന്നു, അങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ട്രംപിൻ്റെ നടപടി കൊണ്ടുണ്ടാകുന്നതാണോ? അതായത് ഗ്രീൻലാൻഡ് വെനസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി, യാതൊരു മര്യാദകളും ഇല്ലാതെയാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. ഗ്രീൻലാൻഡ് നോട്ടമിട്ടു. അതിനുശേഷം ക്യൂബയിലേക്ക് കൂടി നോട്ടമിടുകയാണ്. ഇപ്പുറത്ത് ഇറാൻ നിന്ന് കത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാന് അന്ത്യശാസനം നൽകുന്നു, അതിനിടയിൽ ഉള്ള വിഷയങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഉണ്ടാകുമോ മൂന്നാം ലോക മഹായുദ്ധം? നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ആൻസർ അതിന് യെസ്സോ നോ എന്നോ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഡെഫിനറ്റ്ലി ചാൻസസ് വളരെ കുറവാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ ഓരോ ഇഷ്യൂസ് കാണുമ്പം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, റിയലിസ്റ്റിക് ആയിട്ട് യെസ്സോ നോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു 6-7 വർഷം മുമ്പായിരുന്നു ഇതേ ചോദ്യം ചോദിച്ചത്, നമ്മൾ ഡെഫിനറ്റ്ലി നോ, അത് യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വളരെ ഫേമായിട്ട് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുമ്പോൾ ലോകത്തുള്ള പല രാജ്യങ്ങളിലും നടക്കുന്ന കോൺഫ്ലിക്റ്റ്, പല രാജ്യങ്ങളിലും അവരുടെ സൈന്യത്തിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടുന്നതും മറ്റ് കോൺഫ്ലിക്ട്സ് ഒക്കെ കാണുമ്പം എവിടെ വേണമെങ്കിലും ഒരു ഫ്ലാഷ് പോയിന്റ് ആവുകയും അവിടെ ഒരു യുദ്ധം തുടങ്ങുകയും പിന്നെ ആ യുദ്ധം അവസാനിക്കാത്ത രീതിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു 5 to 6 years നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം കോൺഫ്ലിക്റ്റ് ആണ് ഓരോ സ്ഥലത്ത് നടക്കുന്നത്. അപ്പോൾ അത് റഷ്യ-യുക്രൈൻ വാർ, ഇപ്പം ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം റഷ്യ പോലുള്ള വലിയൊരു പവർഫുൾ ആർമി, ആം ഫോഴ്സസ്, രണ്ടാമത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം, അവർ യുക്രൈനെ പോലുള്ള വെറും വളരെ ഒരു വീക്കായിട്ടുള്ള രാജ്യത്തിന് ദിവസങ്ങൾ കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നതാണ് വെച്ചത്. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും നടക്കുകയാണ്, ഇപ്പോഴും ആ ഫൈറ്റിംഗ് നടക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അത് വളരെ ഒരു പെക്യുലർ ആയിട്ട് നേച്ചറിലേക്ക് ലോകം മാറുന്നതാണ് എൻ്റെ അർത്ഥം. ഇപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇസ്രായേൽ ഇറാൻ ഇഷ്യൂസ്, പിന്നെ ഇപ്പം പറഞ്ഞ പോലെ വെനസ്വേലയുടെ ഒരു പ്രസിഡന്റിനെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. പിടിച്ചെടുത്തുകൊണ്ട് പോയാൽ മാത്രമല്ല, പിടിച്ചെടുത്തുകൊണ്ട് പോയി എന്നിട്ട് അതിനകത്ത് ഡൊണാൾഡ് ട്രംപിനെ എഴുതിയാണ് ഞാൻ ആക്ടിങ് പ്രസിഡന്റ് ഓഫ് വെനസ്വേല എന്ന്. അത് വേറൊരു രാജ്യത്തിൻ്റെ ആക്ടിങ് പ്രസിഡന്റ് എന്ന് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണ്. എന്നിട്ട് ഗ്രീൻലാൻഡ് വേണമെന്നുള്ള വളരെ ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ മുൻകാലങ്ങളിൽ ഒരിക്കലും കാണാത്ത ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതിന് വേണമെങ്കിൽ ചിലപ്പോൾ ചിലവർ മാഡ് മാൻ തിയറി എന്നൊക്കെ പറയാം, അത് പല രീതിയിലൊക്കെ കാര്യങ്ങളാണെങ്കിലും. പക്ഷേ ഡെഫിനറ്റ്ലി ഇന്ന് ലോകം ഒരു വളരെ വോളറ്റൈൽ ആയിട്ടുള്ള രീതി തന്നെയാണ്. അത് നമ്മൾ ഇൻക്ലൂഡിങ് നമ്മളെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി, രണ്ട് വലിയൊരു സൈന്യം തമ്മിൽ വളരെ ഒരു ചെറിയ ദിവസങ്ങളാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായി. ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ, ശ്രീലങ്കയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ജപ്പാൻ എപ്പോഴും ഒരു പീസ്ഫുൾ രാജ്യമായിരുന്നു. അവരുടെ GDP-യുടെ പെർസെൻറ്റേജ് വൈസ് അവരുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കൂട്ടി. അപ്പം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറുന്നുള്ള രീതിയിലേക്ക് അവർ GDP-യിൽ അതിൻ്റെ രീതിയിലേക്ക് കൂട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ചൈനയായിട്ടുള്ള ത്രെറ്റ് കാരണം. അപ്പം ധാരാളം കൺട്രീസ് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യെസ്സോ നോന്നോ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട് ഇത് വരും ദിവസങ്ങളിൽ ഇനിയും കുറച്ചും കൂടെ കൂടാനുള്ള ചാൻസേ ഉള്ളൂ. കാരണം ഇനി ഇത് മാത്രം ഈ ഇൻട്രസ്റ്റിന് കൂടെ തന്നെ ഇപ്പം എനർജി എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടറുണ്ട്. ഇപ്പം വെനസ്വേല തന്നെ പ്രസിഡന്റ് ട്രംപ് ചെയ്ത കാര്യത്തിൻ്റെ ഒരു പ്രൈം റീസൺ അവിടെ അവർക്ക് ഓയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വാസ്തവം. കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റ് അതിന് സമ്മതിക്കാതെയും ചൈന പോലുള്ള രാജ്യങ്ങൾ അവിടെ വരികയും അമേരിക്കയെ സംബന്ധിച്ചോളം അവരുടെ സ്വന്തം നെയ്ബറിൽ ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് വന്നാൽ അവർക്കൊരു പ്രോബ്ലം, സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും കൂടാനുള്ള ചാൻസസേ ഉള്ളൂ, ഗൾഫ് രാജ്യങ്ങളിലായാലും ശരി. അപ്പം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആ കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അത് എപ്പം തീരും എന്ന് പറയാൻ ആർക്കും സാധിക്കാത്ത രീതിയിൽ അമേരിക്ക കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ലോക പോലീസ് ആയിരുന്നു എന്നുള്ള ധാരണയല്ലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് കുറേ വർഷം അവരിനി ഒന്നിനും ഇടപെടുന്നില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. അഫ്ഗാനിസ്ഥാന് തിരിച്ചുപോയി, വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോയി. പക്ഷേ ഇപ്പം വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ച് ഞങ്ങളൊരു ലോക പോലീസ് മാത്രമല്ല, ഞങ്ങൾ ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ഒരാളാന്നുള്ള രീതിയിലേക്കാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും അവരുടെ ഓരോ രീതിയും. അപ്പോൾ അങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി ഒരു കൗണ്ടർ ഫോഴ്സും വരും. അപ്പോൾ നിങ്ങളൊരു എല്ലാം ഒരു വൺ സൈഡായിട്ട് ചെയ്ത് തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു കൗണ്ടർ ഇതും വരും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും എതിർപ്പുണ്ട് ട്രംപിനോട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി. നാറ്റോ ആണെങ്കിൽ നാറ്റോ ഇടഞ്ഞു നിൽക്കുന്നു. ട്രംപിനെതിരെ അവരുടെ തന്നെ വിങ്ങിൽ
വലിയ രീതിയിലുള്ള ഒരു അകൽച്ചയുണ്ട്, അല്ലെങ്കിൽ ഒരു അസ്വാരസ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കുക, ഞങ്ങളൊന്ന് നോക്കട്ടെ. അതായത് അവിടെ ഫോഴ്സ് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നു, പല രാജ്യങ്ങളും ഫോഴ്സ് ഇല്ലാത്തത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഉള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അമേരിക്കക്കെതിരെ ഒരു ഏറ്റുമുട്ടലിന് റെഡിയാണ് എന്നുള്ള തരത്തിലുള്ള വാഗ്വാദങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ എല്ലാവരും ഈ ട്രംപിൻ്റെ പണിയാണ് ഇതെല്ലാം, ട്രംപാണ് ഇതെല്ലാം ചെയ്യുന്നത്, നാട്ടുവർത്താനത്തെ പോലും പറയുന്ന രീതി അതാണ്. അപ്പോൾ അങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത് ട്രംപിൻ്റെ ഇടപെടൽ മാത്രം കൊണ്ടുണ്ടാകുന്നതാണോ? ഒരു പരിധിവരെ അങ്ങനെ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ മാഡം. കാരണം ഇന്ന് US-ൻ്റെ ഉള്ളിൽ ട്രംപിന് അഗെയിൻസ്റ്റ് ധാരാളം എതിർപ്പുകളുണ്ട്. നമ്മൾ കണ്ടായിരുന്നു ട്രംപ് കഴിഞ്ഞ ഈ പ്രാവശ്യത്തിന് നേരത്തെ തോറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസ്, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ചെന്ന് വൈറ്റ് ഹൗസിൽ കാണിച്ച കാര്യങ്ങളും മറ്റു പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അമേരിക്കയെ സംബന്ധിച്ചോളം അവർ വേർട്ടിക്കലി സ്പ്ലിറ്റ് ആയിരിക്കുകയാണ് രാഷ്ട്രീയപരമായിട്ട്. ട്രംപും ആൻറ്റി ട്രംപും പ്രോ ട്രംപുമായിട്ടുള്ള 2 വിഭാഗം ആളുകൾ ഇന്ന് അമേരിക്കയിലുണ്ട്. വളരെ ഡിവൈസീവായിട്ട്, വളരെ ഒരു ആ രീതിയിലുള്ള ഒരു എതിർപ്പ് ട്രംപിന് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയനിലുണ്ട്, നാറ്റോയിലുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടായിരുന്നു ട്രംപ് എങ്ങനെയാണ് ഈ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സിനെ വൈറ്റ് ഹൗസ് വിളിച്ചിട്ട് കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ ഇരിക്കുന്ന പോലെ അദ്ദേഹം നിൽക്കുകയും ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹം അഡ്രസ്സ് ചെയ്ത കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചോളം ഒരു സെൽഫ് റെസ്പെക്റ്റിന് കൂടി അവരൊരു രാജ്യത്തിന് റെപ്രസെൻറ്റ് ചെയ്ത് പോകുമ്പം പ്രസിഡൻ്റൊക്കെ ആകുമ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇതൊരു എതിർപ്പ് നാച്ചുറലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. ഇനി എങ്ങനെയെങ്കിലും ഒരു 3 വർഷം കഴിഞ്ഞ് ട്രംപിൻ്റെ എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് മതി, പിന്നീട് നമുക്കൊരു സെൻസ് സംസാരിക്കാം, അല്ലെങ്കിൽ വി ക്യാൻ ടോക്ക് ബാക്ക് ടു ഡിപ്ലോമാറ്റിക് രീതിയിലേക്ക് മാറാം എന്നുള്ള ഒരു ഹോപ്പാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളും കാണിക്കുന്നത്. അതിനകത്ത് അങ്ങനെയല്ല, ഇത് ചിലപ്പം ഇത് അതിലും മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ടാണ് ചില രാജ്യങ്ങളെങ്കിലും അവരുടെ ഒരു വേറൊരു യൂണിറ്റി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. അത് ഇനി വരും ദിവസങ്ങളിൽ മാത്രം. ഇപ്പോൾ ഗ്രീൻലാൻഡൊക്കെ വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഗ്രീൻലാൻഡ് അങ്ങനെ വലിയൊരു ഇഷ്യൂ ആണെങ്കിൽ തന്നെ ഇന്ന് ട്രംപ് വിചാരിച്ചാൽ അത് അവർക്ക് യൂറോപ്യൻ യൂണിയൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നാറ്റോയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ട്രംപ് അത് ചെയ്തിരിക്കും തന്നെയാണ്. ഒന്നീ അത് ബൈ ഫോഴ്സ് ഓർ ബൈ ഒരു എന്താ പറയുക വേറെ ഏതെങ്കിലും മീൻസിൽ അത് എടുത്തിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബിൽഡപ്പ് കാണുമ്പോൾ എനിക്ക് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് ആയുധ വിൽപ്പന വലിയൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ യുദ്ധമുണ്ടാക്കുക, ആയുധം കച്ചവടം ചെയ്യുക, ഇത് തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗവും അത് തന്നെയായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക മറ്റൊരു തരത്തിലുള്ള ഒരു വാർ, അതായത് എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് അത് ആർക്കും മനസ്സിലാകാതെ പോകുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഗ്രീൻലാൻഡ് എന്തിനാണ് നോക്കുന്നത്, വെനസ്വേല എന്തിനാണ് നോക്കുന്നത്, ക്യൂബ എന്തിനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതായത് എനർജി എവിടെയുണ്ടോ അതിനെല്ലാം കീഴ്പ്പെടുത്തുന്ന രീതിയിൽ. സത്യത്തിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ആയുധ വിപണനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാറിലേക്ക് പോകുന്ന കാര്യമാണോ, അതോ ഈ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? എനിക്ക് തോന്നുന്നു ഇത് ആയുധത്തിൻ്റെ ഒരു കാര്യം എപ്പോഴും നിലനിൽക്കും. അവരുടെ കാരണം അത്രയും വലിയൊരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അമേരിക്കയ്ക്കുള്ളിലുണ്ട്. വലിയൊരു ലോബിയാണ് അവർ ഒരു എക്കാലത്തും അവരുടെ പ്രസക്തി ഒരിക്കലും അവർ കുറയാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലും കൂടുതലായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ കുറച്ച് വിഭാഗം ആളുകളെങ്കിലും അവരുടെ മനസ്സിനകത്തൊരു തോന്നലുണ്ട്, ഈ ചൈന എന്ന് പറഞ്ഞൊരു ഫാക്ടർ ധാരാളം കാര്യങ്ങൾ അമേരിക്കയുടെ കണ്ണടച്ച് വെച്ചതും അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചൈന ഇത്രയും വലിയൊരു ത്രെട്ടായി മാറുന്നതെന്നുള്ളൊരു ധാരണ ഇപ്പം ആളുകൾക്കുണ്ട്. കാരണം അത് അങ്ങനെയാണ് നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പോൾ കണ്ടത്. സപ്ലൈ ചെയിൻ കട്ട് ചെയ്തു, പിന്നെ അവരുടെ എക്കണോമി വലുതായിട്ടൊന്നും ബാധിച്ചില്ല. അവർ US-നെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അപ്പം അങ്ങനെ വരുമ്പം ഇപ്പം US-നകത്ത് ഒരു ധാരണ, അതായത് ചൈനയെ കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ളൊരു രീതിയിലുണ്ട്. അപ്പം ചൈനയുടെ എനർജി റിക്വയർമെൻറ്റ്സ് എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ കട്ട് ചെയ്യുക. ചൈനയെ എങ്ങനെയൊക്കെ നമുക്കൊന്ന് സൈഡ് ലൈൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ളൊരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമുണ്ട്. അതുകൊണ്ട് ആംസിൻ്റെ ഉണ്ട്, അതുകൂടാതെ എനർജി ഉണ്ട്. പക്ഷേ എനർജിനകത്തൊരു മേജർ ഫാക്ടർ ചൈനയെ മാറ്റി നിർത്തുക, റഷ്യയെ മാറ്റി നിർത്തുക, ഈ എനർജി റിക്വയർമെൻറ്റ്സ് എല്ലാം സെക്യൂർ ചെയ്ത് അമേരിക്കയുടെ ഇൻട്രസ്റ്റിലേക്ക് മാത്രം വെക്കാന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടെ ഉണ്ട്. ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് പലരും വിചാരിക്കാതെ നടക്കുന്നത് ഇവിടെയല്ലല്ലോ, അതായത് ഇന്ത്യയിലല്ല, അമേരിക്കയാണ്. ഇപ്പോൾ ചൈന ആക്രമിക്കാൻ നോക്കുന്നത് തായ്വാൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ്. നമുക്കെന്ത് സംഭവിക്കാൻ എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ട്. അങ്ങനെയല്ലല്ലോ സംഭവിക്കുക, അത് നമ്മളെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് മാറുമോ? ഡെഫിനറ്റ്ലി. ഇന്ന് നമ്മൾ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അത് ഈ കൊച്ചു കേരളത്തിൽ പോലും ബാധിക്കും. അതാണ് അതിൻ്റെ വാസ്തവം. നമ്മൾ ആരെങ്കിലുമൊക്കെ അവിടെ ആളുകൾ കാണും,
അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ബിസിനസ് കാണും, അങ്ങനെ എന്തെങ്കിലും എനർജി റിക്വയർമെൻറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിൻ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മെഡിസിൻ അയക്കുന്നതായിരിക്കും. അങ്ങനെ ഇന്ന് ലോകം മൊത്തവും എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് നമ്മളെ ബാധിക്കും. ഇപ്പം ഒരു വൈറസ് ചൈനയിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. അവിടെ ഒരു കോവിഡ് പോലത്തെ ഒരു വൈറസ് വീണ്ടും കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഇന്നിപ്പം ചൈനയും US തമ്മിലുള്ള ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ, ഒരു യുദ്ധം പോലെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് ഇന്ത്യയെ ബാധിക്കും. ഡയറക്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ എക്കോണമിയെ ഡയറക്റ്റായിട്ട് ബാധിക്കും. കാരണം നമ്മൾ രണ്ടുപേരും എക്കോണമിയായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമ്മളെ അത് ബാധിക്കും. അതുകൊണ്ട് ഇന്ന് ഒരു രാജ്യത്തും ഇത് ഇങ്ങനൊരു ഇൻസുലേഷൻ ഇല്ല. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പം ഇവർ ഒരുമിച്ച് വന്ന് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ അത് ഇതുപോലെ ഡൊണാൾഡ് ട്രംപ് പോലെ ആളുകൾ വരുമ്പോൾ അതിനെയൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് ഒരു അർത്ഥവുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ ഓരോ ഡിസിഷൻ എടുക്കുന്നതും ഓരോ ആക്ഷൻ കാണിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്താം. നമ്മൾ റഷ്യയെക്കുറിച്ച് പറഞ്ഞില്ല. റഷ്യ എന്ന് പറയുന്ന രാജ്യം, റഷ്യ, ചൈന, അമേരിക്ക ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റുണ്ട്. എന്നാൽ ചൈനയുമായിട്ട് ഡയറക്റ്റ് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ റഷ്യയ്ക്ക് മുമ്പിൽ, പുടിന് മുമ്പിൽ പതുങ്ങി നിൽക്കുന്ന ട്രംപിനെ കൂടെ നമ്മൾ കാണുന്നുണ്ട്. അതുമല്ലാതെ എന്നാൽ റഷ്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ റഷ്യയെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം, വരുതിയിലാക്കണം എന്നുണ്ട് അവിടെ നിന്ന് ത്രെട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനെങ്ങനെയായിരിക്കും അമേരിക്ക എന്തായിരിക്കും ചെയ്യുക? റഷ്യയെ സംബന്ധിച്ചോളം അവരുടെ ഞാൻ മനസ്സിലാക്കിയത് US-ൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ റഷ്യ ഈ യുക്രൈൻ വാറിൽ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. കാരണം യുക്രൈൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് US-നെയും നാറ്റോൻ്റെയൊക്കെ ഫോഴ്സസിൻ്റെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. അമേരിക്ക എന്ന് വിചാരിക്കുന്നോ അന്ന് വേണമെങ്കിൽ യുദ്ധം തീർത്താം. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് വ്ളാഡിമിർ പുടിൻ്റെ ആവശ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, യുക്രൈൻ ഒരു നാറ്റോ കൺട്രിയിലേക്ക് പോകത്തില്ല എന്നുള്ള, അല്ലെങ്കിൽ അഗ്രിമെൻറ്റിലേക്ക് പോകത്തില്ല എന്നുള്ളൊരു ഉറപ്പ്. രണ്ടാമത്, ഇപ്പം പിടിച്ചടക്കിയ സ്ഥലങ്ങൾ ടെമ്പററി എങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിൽ വയ്ക്കും. അത് ചിലപ്പോൾ അവർ അഗ്രി ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ എന്നാലും ഒരു ഡിസ്കഷന് പോലും അമേരിക്ക റെഡി ആവുന്നില്ല. പലപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. അത് അറ്റ്ലീസ്റ്റ് പുറത്ത് വരുന്നത് പുടിനായിട്ട് സംസാരിച്ചു, ഇത് സെലൻസ്കി സംസാരിച്ചു എന്നൊക്കെ വരുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നിർത്താൻ പറ്റും. പക്ഷെ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ഒരു റീസൺ, റഷ്യയും യുക്രൈനും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നോട്ടെ. കാരണം അതിനകത്ത് ഒരു വില റഷ്യ കൊടുക്കുന്നുണ്ട്. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് അത് പുറകിലോട്ട് പിടിക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് അവിടെ അതിനെ എൻഗേജ് ചെയ്ത് നിർത്തുന്നുള്ള സ്ട്രാറ്റജി കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. തുടങ്ങിയത് അതുപോലെ തന്നെ ആയിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. US-ൻ്റെ ഇൻട്രസ്റ്റിനെ എഫക്റ്റ് ചെയ്യാത്തപ്പം വരെ അതങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപിന് നൊബേൽ പീസ് പ്രൈസ് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തിന് അദ്ദേഹം പറഞ്ഞിരുന്നു, റഷ്യ യുക്രൈൻ വാർ ഞാൻ നിർത്തും, ഇസ്രായേൽ ഹമാസ് നിർത്തും. ഇസ്രായേൽ ഹമാസ് അദ്ദേഹം നിർത്താൻ പറ്റി, പക്ഷേ നൊബേൽ പ്രൈസ് കിട്ടിയില്ല. അപ്പോൾ ഇപ്പം അദ്ദേഹം പറയുന്നത് എങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളിയുടെ എല്ലാ ആക്ഷൻസും കോൺഫ്ലിക്റ്റ് തുടങ്ങാനുള്ള രീതിയാണ്. അതിനകത്തൊരു പീസിൻ്റെ ഒരു രീതി ഒന്നും അല്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും ആക്ഷൻസും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വാർത്തകൾ മലയാളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യ ലൈവാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക വിവരങ്ങൾ കൈമാറുന്ന നമ്മുടെ ഒരു സത്സംഗം പോലത്തെ ഒരു ചാനൽ, പുണ്യം എന്നാണ് അതിൻ്റെ പേര്. ആ ചാനൽ കൂടി, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, നമ്മുടെ 2ാമത്തെ ചാനലാണ്. ആധ്യാത്മിക ചാനലാണ്. നല്ല മനുഷ്യനായി, ഒരു സനാതനിയായി എങ്ങനെ ജീവിക്കാമെന്ന് ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന അബാലവൃദ്ധം കുടുംബാംഗങ്ങളും നിശ്ചയമായും കാണേണ്ടുന്ന ഒരു ചാനലാണ് പുണ്യം. ഈ 2 ചാനലുകളും ഉറപ്പായും ഇന്ത്യ ലൈവ് കണ്ടാൽ ഉടനെ നിങ്ങൾ IND എന്ന് പറയുന്ന നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.